നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും ഇന്ന് രാവിലെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇറാൻ പക്ഷേ പ്രത്യാക്രമണം നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സേനാ വിന്യാസമുണ്ട്, സേനാ താവളങ്ങളുണ്ട്. ഗൾഫിലെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്ത് അമേരിക്ക ഇവിടങ്ങളിലെല്ലാം സൈനിക താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ സൈനിക താവളങ്ങൾ ഇറാൻ്റെ മൂക്കിന് താഴെയാണ്. ഇറാൻ്റെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമെല്ലാം എത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നടത്തുന്ന അല്ലെങ്കിൽ ഇറാന് പ്രത്യാക്രമണം നടത്താൻ ഏറ്റവും എളുപ്പം ഈ ചുറ്റും കിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്. ഇപ്പോൾ ഇറാൻ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ബഹ്റിനും അതുപോലെ തന്നെ ഖത്തറുമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ആ സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ബഹ്റൈനിൽ നടന്ന സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബഹ്റൈനിലെ അമേരിക്കൻ നാവിക ആസ്ഥാനം അല്ലെങ്കിൽ അമേരിക്കൻ നാവിക താവളം, അതിനെ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ അമേരിക്കയുടെ സൈനിക താവളം, ആ താവളത്തിൽ നടന്ന അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങൾ, ആ സ്ഫോടനങ്ങൾ, അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇങ്ങനെ ബഹ്റൈൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ആ സ്ഫോടനങ്ങളുടെ ഭാഗമായി ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചെറിയ തരത്തിൽ പുകപടലങ്ങളും അതുപോലെ തന്നെ കറുത്ത പുകയും മറ്റുമൊക്കെ ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ രീതിയിൽ ഖത്തറിനെയും ബഹ്റിനെയുമാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ സേനാ താവളങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിലാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് അൽ ഉദൈദ് സേനാ താവളമുള്ളത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സേനാ താവളമാണ് ഈ അൽ ഉദൈദ് സേനാ താവളം. ആ സൈനിക താവളത്തിൽ ഏതാണ്ട് 10,000-ഓളം US സൈനികർ അവിടെയുണ്ട്. US സെൻട്രൽ കമാൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്ഥാനം കൂടിയാണ് ഈ അൽ ഉദൈദ് സേനാ താവളം. മാത്രമല്ല ഈ സേനാ താവളത്തിന് പുറമെ കമ്പൈൻഡ് എയർ ഓപ്പറേഷൻ സെൻറ്റർ, അമേരിക്കയുടെ കമ്പൈൻഡ് എയർ ഓപ്പറേഷൻ സെൻറ്ററും ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വളരെ വലിയ രീതിയിലുള്ള യുദ്ധവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ശേഖരം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഖത്തറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നത്. ബഹ്റൈനിലാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക പ്രശസ്തമായ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി, ഏതാണ്ട് 2.5 ദശലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ സമുദ്രമേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു നാവിക താവളമാണ് ഈ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി. അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് ഈ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി. ബഹ്റൈനിലെ തലസ്ഥാനമായ മനാമയിലാണ് ഇതുള്ളത്. ആ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റിയിലടക്കം 9,000-ഓളം അമേരിക്കൻ സൈനികർ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് ബഹ്റൈനെയും ഖത്തറിനെയും ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളിലേക്കും സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സ്ഫോടനം നടക്കുന്നുണ്ട്. അവിടങ്ങളിലേക്ക് ഇറാൻ നടത്തിയത് ഡ്രോൺ ആക്രമണമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ആക്രമണങ്ങളെല്ലാം ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു. വലിയ കനത്ത നാശനഷ്ടമൊന്നും വരുത്തി വയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രമാത്രം പ്രഹരശേഷിയുള്ള ആക്രമണങ്ങളൊന്നുമല്ല. മാത്രമല്ല ഇത്തരം ആക്രമണങ്ങൾ അമേരിക്കയെ തിരിച്ചും ഞങ്ങൾ ആക്രമിച്ചു എന്ന ഒരു പേരിന് വേണ്ടി മാത്രം നടത്തുന്ന ആക്രമണങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്കിത് എടുക്കാൻ സാധിക്കുക. നിങ്ങൾ തുടങ്ങി വച്ചത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ഇറാൻ്റെ ബഡായിയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഇറാൻ കനത്ത ആക്രമണം നടത്തുന്നു എന്നൊക്കെ വലിയ ആശങ്കയാണ് എന്ന രീതിയിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ തീർച്ചയായും ആക്രമണം നടത്തുന്നുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷേ ഇറാൻ്റെ ചുറ്റുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വളരെ വ്യക്തമായ സുരക്ഷയും മറ്റും ഏർപ്പെടുത്തിയതിന് ശേഷമായിരിക്കണം അമേരിക്ക ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രം ഇവിടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ചുറ്റും കപ്പൽപ്പടയെ അണിനിരത്തിയ ശേഷം ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറാണ്, മറ്റു ചില തയ്യാറെടുപ്പുകൾ കൂടി മതി എന്ന രീതിയിൽ മൊത്തം ആക്രമണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് ശേഷമാണ്
അമേരിക്ക ഈ പറയുന്നത് പോലെയുള്ള പ്രതിരോധത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തുടങ്ങിയത്. ആ പ്രതിരോധത്തിന് ആവശ്യമായ സമയം അതാണ് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിലൂടെ അമേരിക്ക തേടിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആണവ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം എന്ന് ഈ കപ്പൽപ്പടകളെ മൊത്തം അണിനിരത്തിയ ശേഷം ഒരു രാജ്യം പറയുമ്പോൾ അതിനെ വിശ്വസിച്ച് ഇറാൻ അതിൻ്റെ കെണിയിൽ പോയി വീണു എന്ന് തന്നെ പറയണം. ഇങ്ങനെ ആണവ ചർച്ചകൾ വഴിമുട്ടി എന്ന് പറയുമ്പോൾ അമേരിക്ക അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു എന്നർത്ഥം. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ തന്നെ അമേരിക്കൻ സേനാ താവളങ്ങളുടെ വൈറ്റൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, വളരെ പ്രധാനപ്പെട്ട തലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയതിന് ശേഷമായിരിക്കണം ഈ ആക്രമണം. അതുകൊണ്ട് തന്നെ മിസൈൽ ആക്രമണമൊന്നും അത്ര വ്യാപകമായി നടക്കുമോ എന്നറിയില്ല. പക്ഷേ ഡ്രോൺ ആക്രമണങ്ങൾ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അമേരിക്ക അവരുടെ സൈനികർക്കെല്ലാം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെല്ലാം ഷെൽട്ടറുകളിൽ സുരക്ഷിതമായി തന്നെ പാർപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഏതെങ്കിലും രീതിയിൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു. അത് സാങ്കേതികമായി ഞങ്ങളെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചു, ഞങ്ങളും തിരിച്ചാക്രമിച്ചു എന്ന് ബഡായി പറയാനുള്ള ഒരു സാങ്കേതിക ആക്രമണം മാത്രമാണിത് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല ഈ ബഹ്റൈനും ഖത്തറും മാത്രമല്ല, കുവൈറ്റ്, UAE, അബുദാബി എന്നിവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണം തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. 75ഓളം മിസൈലുകൾ ഇതിനോടകം തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനൊന്നും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ എങ്കിലും കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പക്ഷെ അതെപ്പോഴും പ്രയോജനപ്പെടണമെന്നില്ല. ചില മിസൈലുകൾ താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ റിസ്ക്കാണ് ഇപ്പോൾ അവർ ജനങ്ങളോട് പറയുന്നത്. എന്തായാലും ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ വളരെ ഫലപ്രദമായി നേരിട്ടിരിക്കുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം നടത്തുന്നു. കാരണം ഇത്തരം രാജ്യങ്ങളിലേക്ക് ഡ്രോണുകൾ എത്തിക്കാൻ കഴിയുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ആ ആക്രമണം മാത്രമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നുകൂടി പ്രകോപിപ്പിക്കാനുള്ള ഒരു നടപടി മാത്രമേ ആവുകയുള്ളൂ. ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിന് പ്രത്യാക്രമണം തീർച്ചയായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം എന്നത് ഒരു തവണ ആക്രമിച്ച് നിർത്തുക എന്നതല്ല, അവിടെ ഭരണമാറ്റം എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന് ആ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക അതിപ്പോൾ വേണ്ട എന്ന് പറയുകയായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തുന്നതും ഒരു സമ്പൂർണ്ണ ആക്രമണമായിരിക്കില്ല. അവിടെയും അവർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമേ നടത്തുകയുള്ളൂ. കാരണം രാജ്യത്തിനകത്ത്, അതായത് ഇറാനിനകത്ത് വലിയ പ്രക്ഷോഭം അരങ്ങേറുകയാണ്. പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ആക്രമണം, ഈ ഗാസയിലും മറ്റും നടത്തുന്നത് പോലെ വ്യാപകമായ ആക്രമണം നടത്തിയാൽ അത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുന്നതിന് തുല്യമാകും. അവർ ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ എതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഭരണമാറ്റം പിന്നീട് എളുപ്പമല്ലാത്ത മറ്റൊരു രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ആക്രമണം, ഇന്നത്തെ രാവിലത്തെ ആക്രമണം തന്നെ ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെ, ഇറാൻ്റെ റഡാർ സംവിധാനങ്ങളെ, ഇറാൻ്റെ മറ്റ് പല പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ വീടിന് സമീപം വരെ ഈ മിസൈലുകൾ എത്തിയിരുന്നു. ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണമെന്ന് വ്യക്തമാണ്. ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് കരുതീർക്കുകയാണ് ഇറാൻ അവരുടെ ആയുധ ശേഖരത്തിൽ നിന്നും ഏതാനും ചില ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കയ്ക്ക് മറുപടി എന്നോണം അയക്കുകയാണ്. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്നറിയില്ല. ഭരണമാറ്റം, അതായത് ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കിയതിന് ശേഷമേ വിശ്രമിക്കൂ എന്ന പ്രതിജ്ഞയിലാണ് അമേരിക്കയും ഇസ്രായേലും. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന അതുതന്നെ വളരെ വ്യക്തമാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ വിപ്ലവ സേനയോട് പറഞ്ഞത് ആയുധം വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുക്കുക എന്നാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.